ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് ലഭിച്ച ഫൈനൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ഈ ഒരു 15 പേരുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് കൂറ്റൻ ലീഡോടെ തുടരുന്നത് അനുമോൾ തന്നെയാണ്. 1,36,712 വോട്ടുകൾ അനുമോൾക്ക് നേടാൻ കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തുള്ളത് കോമഡർ അനീഷ് തന്നെയാണ്. 81,568 വോട്ടുകളോടെ അനുവിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് അനീഷ്. മൂന്നാം സ്ഥാനമാണ് ഷാനവാസിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 69,815 വോട്ടുകൾ ഷാനവാസ് നേടി. നാലാം സ്ഥാനത്താണ് രേണു സുധി ഉള്ളത്. രേണുവിന് സ്വന്തമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നാണെങ്കിലും പ്രേക്ഷകർക്ക് രേണുവിനെ ഇപ്പോൾ പുറത്തേക്ക് വിടാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെയാണ് രേണുവിന് വോട്ടുകൾ ലഭിക്കുന്നത്. 42,930 വോട്ടുകളാണ് രേണുവിന് നേടാൻ കഴിഞ്ഞത്. അഞ്ചാം സ്ഥാനത്താണ് നൂറയുടെ സ്ഥാനം. 36,154 വോട്ടുകളാണ് നൂറയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ആറാം സ്ഥാനത്താണ് ജിസേൽ തക്രാൽ. 27,701 വോട്ടുകളോടെ ആറാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജിസേൽ. ഏഴാം സ്ഥാനത്താണ് ആദിലയുള്ളത്. നൂറയുടെ 2 സ്ഥാനം പുറകിലാണ് ആദിലയുള്ളത്. 25,432 വോട്ടുകളാണ് ആദിലയ്ക്ക് നേടാൻ കഴിഞ്ഞത്. എട്ടാം സ്ഥാനത്താണ് അക്ബർ ഖാൻ. 25,425 വോട്ടുകൾ അക്ബറിന് നേടാൻ കഴിഞ്ഞു. ഒൻപതാം സ്ഥാനത്താണ് ആര്യൻ ഖദൂരിയ. 25,238 വോട്ടുകൾ ആര്യന് നേടാൻ കഴിഞ്ഞു. 10ാം സ്ഥാനത്താണ് റെന ഫാത്തിമ ഉള്ളത്. 25,145 വോട്ടുകൾ റെന നേടി. 11ാം സ്ഥാനത്താണ് ബിന്നി ഉള്ളത്. 24,896 വോട്ടുകളോടെ 11ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ബിന്നി. 12ാം സ്ഥാനത്താണ് അഭിലാഷ് ഉള്ളത്. 24,517 വോട്ടുകൾ അഭിലാഷ് നേടി. ഇനിയുള്ള 3 പേരും ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 3 പേരാണ്. അതിൽ 13ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉനീലിന് 23,655 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 14ാം സ്ഥാനത്താണ് ശരത്തപ്പാനി. 23,389 വോട്ടുകൾ ശരത്തപ്പാനി നേടിക്കഴിഞ്ഞു. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ശൈത്യയാണ്. 23,196 വോട്ടുകളോടെ ഏറ്റവും പിറകിൽ നിൽക്കുകയാണ് ശൈത്യ. അൺഒഫീഷ്യൽ വോട്ടിംഗ് ലിസ്റ്റിൽ പ്രകാരം ഏറ്റവും പിറകിൽ നിൽക്കുന്നത് ശൈത്യയാണ്. ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് ശൈത്യയ്ക്കാണ്. മാത്രമല്ല ശൈത്യ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഒരു സേഫ് ഗെയിമറാണ്. ഏറ്റവും വലിയൊരു സേഫ് ഗെയിമർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഉത്തരം ശൈത്യ തന്നെയാണ്. ശൈത്യ മാത്രമല്ല വേറെ പലരുമുണ്ട്. എങ്കിലും സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരു മത്സരാർത്ഥി ശൈത്യ തന്നെയാണ്. ശൈത്യ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശൈത്യ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വെറുതെ അനാവശ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ പൊതുവായിട്ട് അഭിപ്രായം പറയേണ്ട കാര്യങ്ങളിൽ അങ്ങനെ അഭിപ്രായം പറയേണ്ട നിർബന്ധമില്ലാത്ത സ്ഥലത്ത് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശൈത്യ. ശൈത്യ മാത്രമല്ല അവിടെ ഗെയിം ഇപ്പോഴും മനസ്സിലാകാതെ കളിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. നമുക്ക് നോക്കാം ഇനി ആരാണ് ഒഫീഷ്യലായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച പുറത്ത് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഓണമായിക്കൊണ്ട് ഈ ആഴ്ചയിലെ എവിക്ഷൻ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി എവിക്ഷൻ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ എന്തായാലും എവിക്ഷൻ ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇനി ഒരു എവിക്ഷൻ ഉണ്ടാകുമെന്ന് സൂചന തരുന്ന ഒരു പ്രൊമോ ആണ് വന്നത്. ഒനീൽ, ശരത്ത്, ശൈത്യ ഈ ഒരു 3 പേരിൽ ആരെങ്കിലും പോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.